2025 കഴിഞ്ഞ് 2026 കയറാൻ നേരം, അതായത് 2025 ഡിസംബർ ലാസ്റ്റും 2026 ജനുവരി മാസം ആദ്യവും എല്ലാവരും പ്രവചിക്കാൻ തുടങ്ങി. ഒത്തിരി പേര് പ്രവചിച്ചു. ഈ വർഷം അങ്ങ് അനുഗ്രഹത്തിൻ്റെ വർഷമാണ്. ആണോ അല്ലയോ നിങ്ങൾ തന്നെ തീരുമാനിച്ചു. 25 കഴിഞ്ഞ് 26 കയറിയപ്പോൾ ഇങ്ങനെ, 24 കഴിഞ്ഞ് 25 വന്നപ്പോഴും ഇങ്ങനെ. പണ്ട് കൊറോണ തുടങ്ങിയ 2020 ഇത് തന്നെയായിരുന്നു പ്രവചനം. പ്രിയപ്പെട്ട മനുഷ്യ ഹൃദയങ്ങളെ കലക്കി കളയുക. വചനം നമ്മൾ വായിച്ചില്ല, വിശ്വസിച്ചില്ല, കർത്താവിനെ സ്നേഹിച്ചതുമില്ല. നമുക്ക് ഏതാണ്ടൊക്കെ ഇങ്ങോട്ട് കിട്ടണം. ലോകത്തിൽ നശിച്ചു പോകുന്ന പാഴ്വസ്തുക്കളുടെ പുറകെ ഓടുവാൻ ഉപദേശിമാർ നിങ്ങളെ പഠിപ്പിക്കുന്നതിൽ അത് കള്ള ഉപദേശിമാരാണ്. വചനം എന്താ പറയുന്നത്? ലോകത്തിന് ഇനി സമാധാനം ഉണ്ടാകുമോ? നിങ്ങൾ പറ. ലോകത്തിന് സമാധാനം ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു വന്നതിന് ശേഷമേ സമാധാനം ഉണ്ടാകത്തുള്ളൂ. യേശുക്രിസ്തു എന്ന് ഭൂമിയിലേക്ക് വന്നുവോ അന്ന് മുതലേ ഭൂമി സമാധാനത്തിലേക്ക് വരത്തുള്ളൂ. യേശുക്രിസ്തു വരുന്ന ആ നിമിഷം വരെയും, ഭൂമിയിൽ അവൻ കാല് കുത്തുന്ന ആ നിമിഷം വരെയും ഭൂമി കഷ്ടം കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകാൻ പോവുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നുള്ളതിനേക്കാളും കഷ്ടമാണ് അടുത്ത വർഷം 27. 27-നേക്കാളും ഭയങ്കരമായിരിക്കുന്ന കഷ്ടമാണ് 28. അതിനേക്കാളും ഭയങ്കരമാണ്. അത് യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂമി കുലുക്കങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ, വെള്ളപ്പൊക്കങ്ങൾ, വേനലുകൾ, എല്ലാ അനുഭവങ്ങളും കടന്നു പോവുകയാണ് പ്രിയപ്പെട്ടവരെ. ഇപ്പം നോക്കിക്കേ, മനുഷ്യർ തമ്മിൽ ഇപ്പം വഴക്കുണ്ടാക്കുന്നതിൻ്റെ ചരിത്രം മാറിയില്ല. കൊച്ചു കുട്ടികൾ പോലും, സ്കൂളിലെ കുട്ടികൾ പോലും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കത്തിയെടുത്ത് കുത്തുക. പ്രിയപ്പെട്ട ഇതെന്താണ്? നാശയോഗ്യനായിരിക്കുന്നവൻ, അധമയോഗ്യനായിരിക്കുന്നവൻ എന്താണ്? അവൻ്റെ അവസാന നാളുകൾ എണ്ണപ്പെട്ടതുകൊണ്ട് ഭ്രാന്ത് പിടിച്ച് സകല ജനങ്ങളെ വഞ്ചിച്ച് മുമ്പോട്ട് പോവുകയാണ്. അതുകൊണ്ട് ഈ ഭൂമിയിൽ ഒരു സമാധാനം കണ്ടെത്തുവാനോ ഈ ഭൂമിക്ക് ഒരു സമാധാനം ഉണ്ടാക്കാനോ ആരും ശ്രമിക്കേണ്ട കാര്യമില്ല. നിനക്ക് വ്യക്തിപരമായിട്ട് ഒരു സമാധാനം വേണമെങ്കിൽ നീ മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിലേക്ക് ചെല്ലണം. കാരണം അവൻ പറഞ്ഞിട്ടുണ്ട്, നീ തീയിൽ കൂടെ നടന്നാലും വെന്തു പോകത്തില്ല, അഗ്നിജാലം നിന്നെ ദഹിപ്പിക്കത്തില്ല, ഇസ്രായേലിന്റെ പരിശുദ്ധനായിരിക്കുന്ന ഞാൻ നിന്റെ രക്ഷകൻ. അപ്പോൾ നോക്കിക്കേ, ഈ സർവശക്തനായിരിക്കുന്ന ഈ കർത്താവിൽ നീ അഭയം പ്രാപിച്ചാൽ തീർച്ചയായിട്ടും ഈ കഷ്ടകരമായിരിക്കുന്ന അനുഭവത്തിൽ അവൻ നിന്നെ പ്രത്യേകമായിരിക്കുന്ന കൃപയാൽ സൂക്ഷിച്ചോളൂ. അവൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നമ്മെ മറയ്ക്കും. ഇത് മാത്രമേ മുമ്പോട്ട് പ്രത്യാശ വയ്ക്കേണ്ടതായിട്ടുള്ളൂ. അല്ലാതെ ഭൂമിയിൽ ഒരു സന്തോഷവും സമാധാനവും ആർക്കും ഉണ്ടാകത്തില്ല. ആർക്കെങ്കിലും അത് വേണമെങ്കിൽ വ്യക്തിപരമാണ് അത് യേശുക്രിസ്തുവിന്റെ മാർവിൽ ചാരി ആശ്വസിച്ചുകൊള്ളണം.